സ്റ്റുഡൻസ്, വെൽക്കം ടു KU FYUGP ഓൺലൈൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ തിയറി പോർഷൻ്റെ നോട്ടാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് ഈച്ചാണ് എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ പാർട്ട്ണർഷിപ്പ്? ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഓക്കെ, a partnership is a legal business relationship formed by two or more individuals who have agreed to share contribute capital, labor or skills to carry out a lawful business or share its profits and losses. Okay, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് റിലേഷൻഷിപ്പാണ്, ഒരു ബന്ധമാണ്. ഓഫ് 2 or more ഇൻഡിവിജ്വൽസ്, 2 3 അതോ അധികമോ ആൾക്കാർ തമ്മിലുള്ളൊരു ബന്ധമാണ്. ഹു ഹാവ് എഗ്രീഡ് ടു കമ്പൈൻ ക്യാപിറ്റൽ കൊണ്ടുവരാനും പിന്നെ അവിടുത്തെ ജോലിയും അതിൻ്റെ സ്കിൽസ് ടു ബി ക്യാരിഡ് ഓൺ ലോഫുള്ളി ബിസിനസ് ആയിട്ട് കൊണ്ടു നടത്താനും പിന്നെ പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലീഗൽ റിലേഷൻഷിപ്പാണ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അടുത്തത് ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ഈ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും, കാരണം ഇത് എല്ലാ എക്സാമിനും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഈ പറയാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും എക്സാം പേപ്പറിൽ കാണാറുള്ളതാണ്. ഭയങ്കര കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. സെക്ഷൻ 4. ഓക്കെ, സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഇനിയാണ് ഡെഫിനിഷൻ തുടങ്ങുന്നത്. പക്ഷേ ഏത് ആക്റ്റ് ആണെന്നും ഏത് സെക്ഷനാണെന്നും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share profits of a business carried on by all or any of them acting for all. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് 2 or 3 പേഴ്സൺസ് തമ്മിലുള്ള ഒരു റിലേഷനെയാണ് പറയുന്നത്. ഹു ഹാവ് എഗ്രീഡ്, അവർ എന്തൊക്കെയോ സമ്മതിച്ചിട്ടുണ്ട്. ഹു ഹാവ് എഗ്രീഡ് ടു പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്, പിന്നെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് നടത്താനും സമ്മതിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാ ആൾക്കാരും ആ ബിസിനസ്സിന് വേണ്ടി ഒരുമിച്ചാണ് ആ ബിസിനസ് നടത്തുന്നത്. അതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഡെഫിനിഷൻ? പാർട്ട്ണർഷിപ്പ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്? ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഓക്കെ, A partnership deed is a written legal document containing the terms, guidelines, mutual rights, duties and conditions, okay, mutually agreed upon by all partners to govern the operations of the firm. Okay, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്, ഒരു ലീഗൽ റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. കണ്ടെയ്നിങ് ദ ടേംസ്, ഗൈഡ് ലൈൻസ്, മ്യൂച്വൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്. ഓരോ പാർട്ട്ണറിനുള്ള ഡ്യൂട്ടീസും മ്യൂച്വൽ റൈറ്റ്സ്, ഓരോ റൈറ്റ്സും, പിന്നെ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അതും, ടേംസും, പിന്നെ ഓരോ കണ്ടീഷൻസ് വെക്കുമല്ലോ ഒരു പാർട്ട്ണർഷിപ്പിൽ, അതുണ്ടെങ്കിൽ അതും എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റിട്ടൺ ലീഗൽ ഡോക്യുമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ ഫിക്സ്ഡ് ക്യാപിറ്റൽ? ഫിക്സ്ഡ് ക്യാപിറ്റൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്.
അപ്പോൾ അത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. ഓക്കെ. ഫിക്സ്ഡ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു, ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് മെത്തേഡാണ്. എങ്ങനത്തെ മെത്തേഡാണ്? വേർ ദ ഇനീഷ്യൽ ക്യാപിറ്റൽ, ആദ്യം ഒരു ബിസിനസ് നടത്താൻ വേണ്ടി പാർട്ട്നേഴ്സ് വല്ല ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദ ഇനീഷ്യൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ പാർട്ട്നേഴ്സ് റിമെയിൻ അൺഓൾട്ടേർഡ്. അൺഓൾട്ടേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തുവാണ്? അൺഓൾട്ടേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. ക്യാപിറ്റൽ ബാലൻസിന് ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു മെത്തേഡിൻ്റെ അടിയിൽ ക്യാപിറ്റൽ ബാലൻസിന് ഒരു വ്യത്യാസവും ഉണ്ടാവത്തില്ല. ഓക്കെ. അപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ക്യാപിറ്റൽ ബാലൻസിന് ഒരു വ്യത്യാസവും ഉണ്ടാവത്തില്ല വേറെ ഏത് ട്രാൻസാക്ഷൻ വന്നാലും. ഓക്കെ. അൺലെസ് ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഇട്ടാലോ ഓർ പെർമനൻ്റ്ലി വിഡ്രോൺ ഓർ ഇൻട്രൊഡ്യൂസ്ഡ് ആണെങ്കിൽ, പെർമനൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഓർ വിഡ്രോൺ ആണെങ്കിൽ മാത്രമേ ചെറിയ വ്യത്യാസം ക്യാപിറ്റലിൽ വരത്തുള്ളൂ. കൂടുതൽ കേസസിലും ഇത് വരാറില്ല. കൂടുതൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൺലി ക്യാപിറ്റൽ ബാലൻസസ് ആർ ഷോൺ. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസസിന് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല കൂടുതൽ ക്വസ്റ്റ്യൻസിനും. ഓക്കെ. അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫിക്സ്ഡ് ക്യാപിറ്റലിൽ നോക്കി. ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാര്യം. ഓക്കെ. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ് എൻ്റെ അർത്ഥം വരുന്നത്? ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പിന്നെയും ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അത് ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും ആ സാധനത്തിന്. ഓക്കെ. എന്തെങ്കിലും ഒരു സാധനം ഒരു ചേഞ്ച് വന്നാൽ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരു പ്രാവശ്യവും നിൽക്കത്തില്ല. ലൈക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ വന്നു ചോദിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സൈലൻ്റ് ആണെന്ന് വിചാരിച്ചോ, അപ്പം നമ്മൾ എപ്പോഴും ആ മെത്തേഡ് ചെയ്യേണ്ടത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിലായിരിക്കും. മനസ്സിലായോ? ആൻഡ് അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൻ്റെ അർത്ഥം എന്ന് വരുന്നത്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് മെത്തേഡ് വേർ വൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്ണറിനും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കോസിങ് ദ ബാലൻസ്, ക്യാപിറ്റൽ ബാലൻസ് ടു ചേഞ്ച്. ആ ക്യാപിറ്റൽ ബാലൻസിന് ഒരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ. ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യത വരും. ഓക്കെ. കണ്ടിന്യൂസ്ലി, ഒരു നിർത്തലൊന്നുമില്ല, എല്ലാ സമയത്തും ചേഞ്ചസ് ഉണ്ടാവും. വിത്ത് എവറി ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനും, എല്ലാ ചെറിയ വലിയ ഏതെങ്കിലും ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷൻസിനും അനുസരിച്ച് ആ ക്യാപിറ്റൽ ബാലൻസസിൻ്റെ ബാലൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിലൊരു നിർത്തലൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ. ലൈക്ക് ഡ്രോയിങ്സ്, സാലറി ഓർ ഇൻട്രസ്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കറണ്ട് അക്കൗണ്ട് ഓഫ് എ പാർട്ട്ണർ? ഓക്കെ. ഒരു പാർട്ട്ണറിൻ്റെ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതാണ് അടുത്ത ചോദ്യം. ഓക്കെ. എ കറണ്ട് അക്കൗണ്ട് ഈസ് എ സപ്ലിമെൻ്ററി അക്കൗണ്ട്. Maintained supplementary. Okay. Supplementary account maintained under the fixed capital method to separate daily adjustments such as interest on capital, drawings, salaries and profit shares from the permanent capital balances. Okay. എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ മനസ്സിലായോ? ഓക്കെ. ഒരു കറണ്ട് അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡിൻ്റെ അടിയിൽ വരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, കറണ്ട് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ കറണ്ട് അക്കൗണ്ടിൽ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ
ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ക്യാപിറ്റൽ ഒഴിച്ച് എല്ലാ ട്രാൻസാക്ഷൻസും കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡ്രോയിങ്സും സാലറീസും പിന്നെ വല്ല പ്രോഫിറ്റ് ഷെയർസ് ഉണ്ടെങ്കിൽ അതും പിന്നെ അപ്പാർട്ട് ഫ്രം ദ പെർമനൻറ്റ് ക്യാപിറ്റൽ ബാലൻസ് വേറെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടും. മനസ്സിലായോ? അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ LLP? എന്താണ് LLP? നമുക്ക് നോക്കാം. LLP എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പാണ്. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്? അതൊരു ഓൾട്ടർനേറ്റീവ് കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിളാണ്. ഓക്കെ, ദാറ്റ് കമ്പൈൻസ് എന്തൊക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്? ദ ഇൻറ്റേർണൽ ഓർഗനൈസേഷണൽ ഫ്ലെക്സിബിലിറ്റി, ഓക്കെ, ഓഫ് എ ട്രഡീഷണൽ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻസ് ഓഫ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു LLP എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സും പിന്നെ കമ്പനിയുടെ ഫീച്ചേഴ്സും രണ്ടും കൂടെ ചേർത്ത് മിക്സായിട്ട് വരുമ്പോൾ അതിനെ LLP എന്ന് പറയും. LLPൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിലുള്ള ലയബിലിറ്റിയുടെ ലിമിറ്റ് ഭയങ്കര കുറവായിരിക്കും. ലയബിലിറ്റി ഉണ്ടാവും, പക്ഷെ ഭയങ്കര കുറവായിരിക്കും. വീഡിയോയിൽ ഞാൻ പാർട്ട്ണർഷിപ്പ് തിയറി ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതേ തിയറി ചാപ്റ്ററിലുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് സെക്ഷനിൽ ഇടുക. എന്നിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.